ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. തുടർച്ചയായ 3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണം. മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാക്കണം. ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ. മറ്റ് 2 കേസുകളിലും രാഹുലിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, നേരത്തെ 2 ബലാത്സംഗ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതാണ്. ഇതിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള കേസ് ആദ്യ ബലാത്സംഗ കേസായിരുന്നു. കാരണം അവിടെ ഈ ബലാത്സംഗം മാത്രമല്ല, ഗർഭചിത്രം നടത്തി എന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഉള്ളൊരു കേസായതുകൊണ്ട് തന്നെ ഗുരുതര സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം കാലതാമസം ഈ കേസിൽ ഉണ്ടായത്, അതായത് മുൻകൂർ ജാമ്യം ലഭിക്കാനും. എന്ത് വ്യവസ്ഥകളോട് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി ഈ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? ടോം, രാഹുൽ മാങ്കൂട്ടം തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യഹർജി തള്ളിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് വരുന്നത്. തുടർന്ന് കേസ് പരിഗണിക്കുമ്പോൾ ഈ കേസിൻ്റെ ഒരു വിധി വരുന്നത് വരെയും നോട്ട് ടു അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന കോടതി അതിൽ ഉപാധി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കേസിൽ ജാമ്യ ഹർജിയിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ജാമ്യം 1-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. അതിൽ ഉപാധികൾ കോടതി പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും തന്നെ സ്വാഭാവികമായും വരുന്ന രീതിയിലുള്ളത് പരാതിക്കാരിയോ സാക്ഷികളെയോ സ്വാധീനിക്കാനായിട്ട് ഒരു വിധത്തിലും ശ്രമിക്കരുത് എന്നതും, അതോടൊപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് തുടർച്ചയായി 3 ദിവസം ചോദ്യം ചെയ്യാനായിട്ടാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ചോദ്യം ചെയ്യലിന് വിധേയരാക്കേണ്ട ആ ഒരു സമയക്രമം നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ആൾജാമ്യത്തിൽ വിടണം എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാക്കണം. ഒപ്പം തന്നെ മൊബൈൽ ഫോണും രാഹുൽ മാങ്കൂട്ടം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം തുടങ്ങിയ ഉപാധികൾ നിശ്ചയിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 2ഉം 3ഉം ബലാത്സംഗ കേസുകളിൽ കീഴ്ക്കോടതികൾ ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് ആദ്യ കേസിൽ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സങ്കീർണമായിരുന്നു അതിൻ്റെ ഒരു കേസും അതിൻ്റെ വഴികളുമെല്ലാം എന്ന് പറയുന്നത്. ഗർഭചിത്രത്തിനടക്കം വിധേയമാക്കിയിരുന്നു, അതിന് തന്നെ നിർബന്ധിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അതിജീവിത പറഞ്ഞിരുന്നത്. അതിജീവിതയും കോടതിയിൽ ഇത് ഹർജിയായിട്ട് നൽകിയിരുന്നു. തൻ്റെ ഭാഗം കൂടി കേൾക്കണമെന്ന വാദം കൂടി ഉന്നയിച്ചിരുന്നു, കോടതിക്ക് മുൻപാകെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വിശദമായിട്ട് പരിശോധിച്ച ശേഷമാണ് കോടതി ഇപ്പോൾ ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നതും. 1-ാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നു. ഇതിനിപ്പോൾ എല്ലാ 2-ാം ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നൊരു വ്യവസ്ഥ കൂടിയുണ്ട്. 10 മണിക്കും 11 മണിക്കും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരായി ഒപ്പിടണം എന്നതാണ് ഒരു വ്യവസ്ഥയുടെ ഭാഗമായിട്ട് പറഞ്ഞിരിക്കുന്നത്. രാജ്യം വിട്ടു പോകാനായിട്ട് പാടുള്ളതല്ല, പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം തുടങ്ങിയ ഉപാധികളെല്ലാം തന്നെ നിശ്ചയിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് ഇത് തനിക്കെതിരെയുള്ള മനഃപൂർവ്വമായ ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. അത് തെളിയിക്കാൻ തനിക്ക് ആവശ്യമായ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർക്ക് ഈ അതിജീവിതയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന് തനിക്ക് തെളിവ് നൽകാൻ കഴിയും. മറ്റ് ചിലരുടെ പ്രേരണയാലാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് അല്ലെങ്കിൽ തനിക്കെതിരെ പരാതിയുമായിട്ട് മുന്നോട്ട് വരികയെല്ലാം തന്നെ ചെയ്തത് എന്നതായിരുന്നു രാഹുൽ മാങ്കൂട്ടം പ്രധാനമായിട്ട് തന്നെ പറഞ്ഞിരുന്നത്. അതേസമയം തന്നെ അതിജീവിത കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. തന്നെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയാൽ അത് തൻ്റെ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്നതടക്കമുള്ള വാദമുഖങ്ങളായിരുന്നു അവർ ഉയർത്തിയിരുന്നത്. എന്തായാലും കോടതി കേസിൽ തീരുമാനമെടുത്തത് കർശനമായ ഉപാധികളോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകാനാണ് തീരുമാനിച്ചത്. ഏതായാലും ഈ ഉപാധികൾ അനുസരിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തണം. കാരണം എന്തായാലും കർശനമായ ഉപാധികളുണ്ട്. അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊബൈൽ ഫോൺ ഹാജരാക്കണമെന്ന കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് തയ്യാറാകണമെന്നൊക്കെ. നമുക്കറിയാം, ഈ അന്വേഷണ സംഘം പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ച വാദങ്ങളൊന്നും ഇതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, ഫോൺ ഹാജരാക്കാൻ തയ്യാറാകുന്നില്ല എന്ന്. സ്വാഭാവികമായും കോടതിയുടെ ഇത്തരം നിർദ്ദേശമുള്ളതുകൊണ്ട് ഇനി അത്തരം നടപടികൾ ഉണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണത്തോട് സഹകരിക്കേണ്ടി വരും.
ഉടൻ തന്നെ ചോദ്യം ചെയ്യലും മറ്റു നടപടികളും ഉണ്ടാകുമെന്ന് കരുതാമല്ലേ? ആ രീതിയിലേക്കായിരിക്കും നടപടികൾ നീങ്ങുക. കാരണം 3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യാം. രാഹുൽ മാങ്കൂട്ടത്തിനെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ ചോദ്യം ചെയ്യാൻ അനുമതി കൊടുത്തിരിക്കുന്ന ഹൈക്കോടതിയാണ്. അപ്പോൾ അത് നിശ്ചയിച്ചുകൊണ്ട് അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ ഇക്കാര്യങ്ങൾ വ്യക്തമായി അറിയിക്കും. ഇത്ര ദിവസങ്ങളിൽ തുടർച്ചയായ 3 ദിവസങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയം നിശ്ചയിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അറിയിപ്പ് നൽകുകയും ചെയ്യും. അതനുസരിച്ച് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയും ചെയ്യണം. എല്ലാ 2ാം ശനിയാഴ്ചയുമാണ് ഇതിൽ ഒപ്പ് എന്ന രീതിയിലേക്ക് അവിടെ എത്തേണ്ടതും ചെയ്യുന്നത്. എന്തായാലും ഈ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതാണ് നമ്മൾ അറിയേണ്ടത്. കാരണം ഈ ചോദ്യം ചെയ്യൽ ഏതെങ്കിലും ഇത് പരാതിക്ക് ആസ്പദമായ രീതിയിലുള്ള തെളിവുകളിലേക്ക് മറ്റ് കടന്നു പോകാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടണം. പക്ഷേ എങ്കിൽ കൂടിയും ജാമ്യം നൽകണം എന്ന ഒരു വ്യവസ്ഥ കൂടി അതിനകത്തുണ്ട്. അന്നേരം അറസ്റ്റ് ചെയ്താലും അന്ന് തന്നെ ജാമ്യം കൊടുക്കേണ്ടി വരും. കാരണം ഹൈക്കോടതി നിർദ്ദേശവും വിധിയും ഉള്ളതാണ്. അതായത് വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലെല്ലാം തന്നെ നിർണായകം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. 2-3 കേസുകൾ കൂടി വന്നിരിക്കുന്നു. കീഴ്ക്കോടതിയിൽ നിന്ന് അതിൽ ജാമ്യം നേടിയിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ നടപടികൾ കൂടി വരും ദിവസങ്ങളിലേക്കെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതിനിടയിൽ 1ാം കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് അതാണ് ഇതിലെ ഏറ്റവും എടുത്ത് പറയേണ്ടത്. കീഴ്ക്കോടതിയിൽ തള്ളിയതായിരുന്നു. പിന്നീട് ഹൈക്കോടതിയിലേക്ക് അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് രാഹുൽ സമീപിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ആദ്യ ബലാത്സംഗ കേസിലാണ് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.